ഞാന് ടീച്ചറെ കാത്തിക്കായിരുന്നു. പത്മിനി സത്യവാമനെ ഞാൻ ഉച്ചയ്ക്ക് ഒന്ന് കൊണ്ടുപോകും. ഞങ്ങൾക്ക് ഇന്നൊരു യാത്ര ഉണ്ടായിരുന്നേ. ഓക്കെ, എത്ര ദിവസത്തേക്കാ? അതിപ്പോ 2 ദിവസം തന്നെ എടുക്കും. ശരി, ആയിക്കോട്ടെ. ഓ ശരി, എന്നാ കാണാം. വരുന്നുണ്ട്. ശാരദാമ്മേ, ഇതിങ്ങനെ മതിയല്ലോ, ഒന്ന് നോക്കൂ. അയ്യോ, എന്തു പറ്റി? അയ്യോ, കൈ മുറിഞ്ഞോ? വണ്ടി എടുക്ക. അയ്യോ, വല്ലാതെ മുറിഞ്ഞോ സത്യാമ്മേ? പൊന്നി, മുറിയിലെ പെട്ടിലെ ഓയിൽ മറ്റും കോട്ടനെടുപ്പുണ്ട്, എടുത്ത് ഓടിവാ. ചെല്. കാര്യട്ടുണ്ടോ? ഇത് അത്രയ്ക്ക് മുറിവൊന്നും ഇല്ല രാഘവേട്ടാ. സൂക്ഷിക്കണ്ടേ? ശാരദാമ്മേ, ഇതിനൊക്കെ ബ്ലഡ് വീണ് അയ്യോ ആകെ അശുദ്ധമായല്ലോ. ഇനി ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് സ്വരുക്കൂട്ടിയെടുക്കാൻ പറ്റുമോ? അയ്യോ, നമ്മുടെ യാത്ര. ആശം വെയിറ്റിംഗ് ആണല്ലോ. ആശാനെ, ഞാൻ എത്തി, ഇതാ വരുന്നേ. ചേട്ടാ എത്രയും? 50 രൂപ. ഒന്ന് വേഗം വണ്ടി എടുക്കണം. ഓക്കെ, ശരി എന്നാ. ആശാനെ, 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 ആശാനെ. ആശ എന്താ എന്നെ കണ്ടിട്ട് നിർത്താതെ പോയത്? എന്തോ അപശകുനുവാ. ഇല്ലെങ്കിൽ ഹോമത്തിന് കൊണ്ടുപോകേണ്ടതിൽ രക്തം വീണ് അശുദ്ധമാവത്തില്ലല്ലോ. എന്റെ ഭാമയെ, അതെ, നോക്കിയും കണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാതെ ശൗനത്തെ പഴിവരട്ടെ എന്തോ കാര്യം. മൂർച്ചയുള്ള കത്തിയെടുത്ത് പെരുമാറുമ്പോ ഓർക്കണമായിരുന്നു, ശ്രദ്ധിച്ചില്ലേ കൈമുറിയൊന്നു. അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വന്നു പോകുന്നതല്ലേ. എന്നുവെച്ച് സർക്കാർ ഓർഡർ നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ CA റസാക്കിനെ ഒന്ന് വിളിക്കട്ടെ. ആളും എടുക്കണ. ഹലോ മാഡം. റസാഖല്ലേ? അതെ മാഡം, പറഞ്ഞോളൂ. എനിക്ക് പരുത്തിക്കുന്ന് കോളനിയിൽ സർക്കാരിന്റെ സ്ഥലം കയ്യേറിയവരെ ഒഴിപ്പിച്ച് സീല് വെക്കേണ്ടതുണ്ട്. അതിനായി അവിടെ പോയിട്ടുള്ള സമയങ്ങളിലെല്ലാം വലിയ കുഴപ്പങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുമുണ്ട്. എനിക്കറിയാം മാഡം. മാഡം ധൈര്യമായിട്ട് പോന്നോളൂ. ഇനി അങ്ങനെ ഒരു കുഴപ്പങ്ങളും ഉണ്ടാവില്ലെന്ന് ഞാൻ മാഡത്തിന് ഉറപ്പ് തരുന്നു. പോലീസിന്റെ സഹായം മാഡത്തിന് എപ്പോഴും ഉണ്ടാവും.
എന്നാ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും. ഓക്കെ മാഡം. ഓക്കെ അനു, എന്നാ നമുക്ക് ഇറങ്ങാം. ആരെയൊക്കെ അറിയിക്കേണ്ടെന്ന് വെച്ചാൽ അറിയിച്ചോളൂ. ഓക്കെ മാഡം. പുറ ഉണക്കൊന്നും നോക്കണ്ട, അകവും കൂടി ഉണങ്ങണ്ടേ. അകത്തെ മുറിവ് ഉണങ്ങാനൊന്നും കളക്ടർ കാത്തു നിൽക്കുന്നില്ലെന്നാ തോന്നുന്നത്. പടപ്പുറപ്പാടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പരുത്തിക്കുന്നിലേക്ക്. CI റസാക്കിന്റെ സഹായവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓ, അതപ്പോ നല്ല നടപ്പില് പോവില്ല. ആ, കിട്ടിയാലും പഠിക്കില്ല എന്ന് വെച്ചാ എന്ത് ചെയ്യും? ശാലിനി അവളൊരു ചെറിയ തീക്കല്ലാണ് സാറേ. അതങ്ങനെ എരിഞ്ഞെരിഞ്ഞ് നിൽക്കും. പക്ഷേ ചെറിയൊരു നെരിപ്പോട് മതി ഒരു കൊട്ടാരം കത്തിക്കാൻ. അതുകൊണ്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ചെയ്യണം. ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റിയറിംഗ് അവളുടെ കയ്യിൽ കിട്ടിയാലുള്ള അവസ്ഥ അറിയാലോ. എത്രയും പെട്ടെന്ന് അവളെ തടയാനുള്ള വഴി നോക്ക്. ശരി ജോണേ. എടോ, കാടിളക്കി വന്ന ഒറ്റക്കൊമ്പനെ നമ്മൾ വിരട്ടി ഓടിച്ച് തിരികെ കാട് കയറ്റിയിട്ടില്ലേ? പിന്നല്ലേ ഈ പിടിയാനാ. വരട്ടെ, അവക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുന്നതെന്നൊന്ന് കാണിക്കട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്കും കാണിച്ചു കൊടുക്കാം.